ഗോപികെ, താൻ എന്തിനാണ് അമ്മയും അച്ഛനെയൊക്കെ വിഷമിപ്പിക്കുന്ന വർത്താനം പറയാൻ പോയത്? ചേട്ടനെ പോലെ ഒരാളെ ഏതെങ്കിലും പെൺകുട്ടി വിവാഹം കഴിക്കുമെന്നൊക്കെ എന്തിനാ ചോദിക്കാൻ പോയത്? അതിലെന്താ തെറ്റ്? ഞാൻ ചോദിച്ചാൽ ശരിയല്ലേ? അങ്ങനെ ഒരു ചോദ്യം താൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. സത്യം പറയുമ്പോ അതിന് നേരെ മുഖം തിരിച്ചിട്ടോ മുഷിഞ്ഞിട്ടോ ഒരു കാര്യമല്ല ഋഷി. ഗോപികെ, ഋഷി ഒന്ന് മനസ്സിലാക്കണം. മനഃപൂർവ്വം ആരെയും വിഷമിപ്പിക്കാൻ ഉദ്ദേശിച്ചല്ല ഞാനത് പറഞ്ഞത്. ചേച്ചിയുടെ ജീവിതത്തിന് യാതൊരു വിലയും ഇല്ലാത്ത തരത്തില് എല്ലാവരും ചേർന്ന് ആ ജീവിതം എടുത്ത് അമ്മാനമാടാൻ തുടങ്ങുന്നത് കണ്ടപ്പോ അറിയാതെ എന്റെ നാവിൻ തുമ്പിന്ന് വീണു പോയതാ ആ വാക്കുകള്. ഗോപിക, സിദ്ധുവേട്ടന് സംഭവിച്ചതുപോലൊരു ദുർവിധി ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. ആ നശിച്ച ആക്സിഡന്റ് സംഭവിക്കാതിരുന്നിരുന്നെങ്കിൽ സിദ്ധുവേട്ടൻ ഏത് നിലയിലെത്തേണ്ട ആളായിരുന്നു? തനിക്കറിയോ, ആക്സിഡന്റിന് മുമ്പ് സിദ്ധുവേട്ടനെ പോലെ സ്മാർട്ടായ ഒരു ചെറുപ്പക്കാരൻ ഈ നാട്ടിലെങ്ങും ഇല്ലായിരുന്നു. സൗന്ദര്യത്തിൽ മാത്രമല്ല, അത്രയ്ക്ക് ബ്രില്യൻ്റ് ആൻഡ് ടാലന്റഡ് ആയിരുന്നു സിദ്ധുവേട്ടൻ. അതുകൊണ്ട് തന്നെ ബിസിനസ് രംഗത്ത് പലർക്കും സിദ്ധുവേട്ടനോട് തികഞ്ഞ അസൂയായിരുന്നു. അങ്ങനെയുള്ള ആ മനുഷ്യനാണ് ഇപ്പോ കൊച്ചു കുട്ടികളെ പോലെ. ഗോപികെ, ദേവിക ചേച്ചിയുമായി കല്യാണം ഉറപ്പിച്ചതിന് ശേഷമുള്ള ഏട്ടന്റെ സന്തോഷം താൻ കണ്ടില്ലേ? ആ സന്തോഷം കണ്ടപ്പോഴാണ് എന്റെ മനസ്സ് ഇടറിപ്പോയത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ എന്റെ ഏട്ടനെ ഇത്ര സന്തോഷവാനായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മാലാക വരുമെന്ന പ്രതീക്ഷയിൽ എല്ലാം മറന്ന് ആഹ്ലാദിക്കുന്ന ഏട്ടന്റെ മുഖം ഓർമ്മിക്കുമ്പോ സാധിക്കുന്നില്ല ഗോപിക. ഈ കല്യാണം വേണ്ടെന്ന് അച്ഛനോടും അമ്മയോടും മുത്തശ്ശിയോടൊക്കെ പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. ഓഹോ, അപ്പൊ എന്റെ കൂടെ നിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഋഷി മാറുകയാണല്ലേ? വേണ്ട, ആരും എന്റെ ഒപ്പം നിക്കണ്ട. പക്ഷേ എന്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്മാറില്ല. ദേവികേച്ചിയും സിദ്ധുവേട്ടനുമായിട്ടുള്ള വിവാഹം നടത്താതിരിക്കാനുള്ള എല്ലാ വഴികളും ഞാൻ ആലോചിച്ചോളാം. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. എന്ത് തന്നെയായാലും ഈ വിവാഹം ഞാൻ മുടക്കിയിരിക്കും.